ദേവീ ശരണം അമ്മേ. കെൽപ്പില്ലാത്തവനെങ്കിലും ജനനി ഞാൻ നിൻ പാദപത്മങ്ങളെ കൂപ്പിക്കൊണ്ടു ജീവനം തുടരുവാൻ യത്നിച്ചിടാം നിത്യവും. തൃപ്പാദ സ്മൃതി എന്നിയെ ശരണമിങ്ങില്ലായതില്ലാതഹോ, നിൽപ്പാനുള്ള മരുന്നു ഞാൻ കരുതിയില്ലമ്മേ. പരമേ ഭയം ദേവീ ശരണം അമ്മേ. സുപ്രഭാതം, ശുഭദിനം. എല്ലാ ധന്യാത്മാക്കൾക്കും പുലർകാലവന്ദനം. ശ്രീമദ് ദേവി ഭാഗവതം 12-ാമത്തെ അധ്യായം 6-ാമത്തെ സ്കന്ധം അവലോകനം ചെയ്തുകൊണ്ടുവരുന്നു. ക്രിയാശുദ്ധിയെക്കുറിച്ച് കുറച്ചവലോകനം ആണ് ഇന്നലെ ചെയ്തു വന്നത്. അങ്ങനെ മനഃശുദ്ധി, ക്രിയാശുദ്ധി എന്നുള്ളവ എന്താണ് എന്നും എന്തിനു വേണ്ടിയാണ് എന്നുള്ളതും വളരെ വളരെ ചുരുക്കിക്കൊണ്ട് ഒന്ന് സ്പർശിച്ചു പോയി എന്ന് മാത്രമേ ഉള്ളൂ. ദീർഘമായിട്ട് മണിക്കൂറുകളോളം പല ഉദാഹരണങ്ങൾ സഹിതവും പറഞ്ഞു പോകാവുന്ന ഒരു കാര്യമാണ് ഇത്. പക്ഷേ അതിൻ്റെ കാര്യം മനസ്സിലാക്കേണ്ടവർക്ക് അത് ചുരുക്കി പറഞ്ഞാലും വിശദീകരിച്ചു പറഞ്ഞാലും ഉൾക്കൊള്ളാൻ കഴിയും. എത്രത്തോളം അതിനെ ശ്രദ്ധയോടുകൂടി കേൾക്കണു, എത്രത്തോളം അതിനെ ഉൾക്കൊള്ളണു, അതിലുപരി എത്രത്തോളം നമ്മൾ അതിനെ ആചരിക്കുന്നു എന്നുള്ളതിനെ അനുസരിച്ചായിരിക്കും ഇതിൻ്റെയൊക്കെ ഫലങ്ങൾ നമ്മൾ ഭുജിക്കുക, അനുഭവിക്കുക എന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. മൂന്നാമതായി ഇവിടെ പറയുന്ന ഒന്നാണ് ദ്രവ്യശുദ്ധി എന്നുള്ളത്. ഉപയോഗിക്കുന്നതായിട്ടുള്ള ദ്രവ്യങ്ങൾക്കുള്ള ശുദ്ധിയെയാണ് ഇവിടെ വേദവ്യാസൻ കാണുന്നത്. ക്ഷേത്രങ്ങളിലായാലും പൂജകളിലായാലും യജ്ഞങ്ങളിലായാലും അത് ഹോമാദികൾക്കായാലും ശരി, അലങ്കാരങ്ങൾക്കായാലും ശരി, മറ്റേത് വിധത്തിലുള്ളതായാലും ശരി, ഉപയോഗിക്കുന്ന ദ്രവ്യങ്ങൾ ശുചിത്വമുള്ളതായിരിക്കണം, സാത്വിക ഗുണമുള്ളതായിരിക്കണം, ശുദ്ധിയുള്ളതായിരിക്കണം, വിധി ശാസ്ത്രം പ്രകാരം സംഭരിച്ചതായിരിക്കണം എന്നുള്ളതെല്ലാം ഈ ദ്രവ്യശുദ്ധിയെപ്പറ്റി പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടതാണ്. ഏറ്റവും പ്രാധാന്യമായിട്ടുള്ളത് ഇവിടെ തന്നെ മുമ്പ് പറഞ്ഞതായിട്ടുള്ള ധർമാർജിതമായിട്ടുള്ള ധനം കൊണ്ടായിരിക്കണം നമ്മളിതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ മാത്രമാണ് അതിൻ്റെ പൂർണ്ണതാഫലം നമുക്ക് കിട്ടുന്നുള്ളൂ. ആർജിച്ച ധനം അധർമ്മ മാർഗത്തിലൂടെയാണ് എന്നുണ്ടെങ്കിൽ അതുകൊണ്ട് ചെയ്യുന്നതായിട്ടുള്ള പുണ്യകർമ്മങ്ങൾക്കൊന്നും നമുക്ക് ഉദ്ദിഷ്ടമായിട്ടുള്ള ഫലം കിട്ടുന്നില്ല എന്ന് മനസ്സിലാക്കണം. അങ്ങനെ അമ്പലങ്ങൾക്കും ശ്രീകോവിലുകൾക്കും സ്വർണം പൂശിയവരും സ്വർണം കൊണ്ട് പൊതിഞ്ഞവരും സ്വർണം കൊണ്ടുള്ള പാത്രങ്ങൾ അമ്പലങ്ങളിൽ സമർപ്പണമായിട്ട് കൊടുത്തവരും ആയിട്ടുള്ള എത്രയോ ജനങ്ങൾ ദുഃഖമനുഭവിച്ചുകൊണ്ട് നമ്മളുടെ രാജ്യത്ത് തന്നെ താമസിക്കാൻ കഴിയാതെ രാമാനം ഓടിപ്പോകേണ്ടതായിട്ടുള്ള ചരിത്രങ്ങളൊക്കെ നമ്മൾക്കറിയാം. പെരുന്നാളും നക്ഷത്രവും ഒന്നും ആരുടെയും പറയേണ്ട ആവശ്യമില്ല. അതല്ല നമ്മളുടെ വിഷയവും. അതിൽ നിന്നും മനസ്സിലാക്കാൻ നമുക്ക് കഴിയുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ, ഇത്തരത്തിലുള്ള സമർപ്പണങ്ങളെ കൊണ്ടൊന്നും നമുക്ക് സുഖമോ സന്തോഷമോ ഉണ്ടാവുന്നില്ല. നമ്മളുടെ പ്രശ്നങ്ങളൊന്നും തീരുന്നില്ല. എപ്പോഴാണോ
ഇത്തരത്തിലുള്ള കർമ്മങ്ങൾ അധർമാർജിതമായിട്ടുള്ള ധനത്തിൽ കൂടി ചെയ്യുന്നത് അത് നമുക്ക് ഫലങ്ങളെ തരുന്നില്ല എന്ന് മാത്രമല്ല, വിപരീതമായിട്ടുള്ള ഫലങ്ങളെയാണ് പലപ്പോഴും നമുക്ക് തരുന്നത്. അതുകൊണ്ട് നമ്മൾ എന്തു ചെയ്തു, എന്ത് സമർപ്പണം ചെയ്തു എന്നുള്ളതല്ല, എത്ര ചെയ്തു എന്നുള്ളതല്ല, ധർമാർത്ഥമായിട്ടാണോ ചെയ്തത്, മറ്റൊരുത്തനെ വഞ്ചിക്കാതെ, ദ്രോഹിക്കാതെ, ഹിംസിക്കാതെ, ചതിക്കാതെ ധർമ്മമാർഗത്തിലൂടെ കിട്ടിയ ധനമാണോ നമ്മൾ സൽക്കർമ്മങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നത് എന്ന് ചിന്തിച്ച് ധർമ്മമാർഗത്തിലൂടെ നമ്മൾ നേടിയ ആ ധനത്തിനെ എപ്പോഴാണോ നമ്മൾ ഇത്തരം സമർപ്പണങ്ങൾക്കായിട്ട്, ദ്രവ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്നത്, അപ്പോൾ നമുക്ക് അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഫലം കിട്ടുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ അധർമാർജിത ധനമാണ് നമ്മൾ ഇതിനെല്ലാം ഉപയോഗിക്കുന്നത് എന്നുണ്ടെങ്കിൽ, ആരെങ്കിലും പറ്റിച്ച്, ചതിച്ച്, വഞ്ചിച്ച് കിട്ടുന്ന ധനം കൊണ്ട് ക്ഷേത്രാടനവും തീർത്ഥാടനവും ചെയ്യുന്നതുകൊണ്ടോ, ആ ധനത്തിൻ്റെ ഒരു ഭാഗം സമർപ്പണമായിട്ട് കാണിക്കയിൽ സമർപ്പിച്ചതുകൊണ്ടോ, ആ ധനം കൊണ്ട് വലിയ വലിയ വഴിപാടുകൾ, ചുറ്റുവിളക്ക്, അന്നദാനം നടത്തിയതുകൊണ്ടോ ഒന്നും നമുക്ക് ഉദ്ദിഷ്ടമായിട്ടുള്ള ഫലങ്ങൾ കിട്ടുന്നില്ല എന്ന് പറയുകയാണ്. ആരെയാണോ വഞ്ചിച്ച് നമ്മൾ ആ ധനമുണ്ടാക്കിയത്, ആരുടെ ധനം കൊണ്ടാണോ, വഞ്ചിക്കപ്പെട്ട ധനം കൊണ്ടാണോ നമ്മൾ ചെയ്യുന്നത്, ആ പുണ്യമൊക്കെ ഭഗവാൻ അവർക്ക് കൊടുക്കും. ആ വഞ്ചനയുടെയും ചതിയുടെയും പാപഫലങ്ങൾ നമുക്കും തരും. അപ്പോൾ മറ്റൊരുത്തനെ നമ്മൾ വേണമെങ്കിൽ ചതിക്കാനോ വഞ്ചിക്കാനോ കഴിയും, പക്ഷേ അവനവനെ വഞ്ചിക്കാൻ നമുക്ക് കഴിയില്ല. ആത്മാവിനെ വഞ്ചിക്കാൻ നമുക്ക് ആർക്കും സാധ്യമല്ല. അന്തര്യാമിയായിരിക്കുന്ന ദേവിക്ക്, അന്തര്യാമിയായിരിക്കുന്ന ഭഗവാന് അത് മനസ്സിലാക്കാൻ കഴിയും. ഇവനിതാ എൻ്റെ അമ്പലത്തിൽ വന്ന് ചെയ്ത ഈ ചുറ്റുവിളക്ക്, ഈ ധനം അവൻ ധർമ്മത്താൽ സമ്പാദിച്ചതാണ്, കഷ്ടപ്പെട്ട് ധർമ്മമാർഗത്താൽ സമ്പാദിച്ചതാണ്. അതുകൊണ്ട് ഇതിൻ്റെ ഫലം അവനും അവൻ്റെ കുടുംബത്തിനും കൊടുക്കണം എന്ന് ഭഗവാൻ അനുഗ്രഹിക്കും. പക്ഷേ അതേ ധനത്തിനെ പലരിൽ നിന്നും വഞ്ചിച്ച ആ ധനം കൊണ്ടാണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതും ഭഗവാൻ അറിയാം. ആരുടെ ധനമാണ് ഇവൻ വഞ്ചിച്ചു കൊണ്ടുവന്ന് പേരിനും യശസ്സിനും വേണ്ടിയിട്ട് ഇത് ചെയ്യുന്നത് എന്ന് അറിയാൻ കഴിയുന്ന സർവാന്തരിയായിട്ടുള്ള ഭഗവാനല്ലെങ്കിൽ ദേവി, അതാ അതുകൊണ്ടുള്ള ഫലങ്ങളെ വഞ്ചിക്കപ്പെട്ടവർക്ക് ഇതാ കൊടുക്കണു, വഞ്ചിച്ചവന് അതിൻ്റെ പാപഫലത്തെയും കൊടുക്കണു എന്നുള്ളത് മനസ്സിലാക്കണം. എന്താ ഇതൊക്കെ ഇവിടെ ദീർഘമായിട്ട് പറയാനുള്ള കാരണം എന്ന് ചോദിച്ചാൽ, ഞാനിതെല്ലാം ചെയ്യുന്നുണ്ടല്ലോ, തീർത്ഥാടനങ്ങൾ ചെയ്തല്ലോ, ക്ഷേത്രാടനങ്ങൾ ചെയ്തല്ലോ, പലതും നേർച്ചയും വഴിപാടുമായി എല്ലാം സമർപ്പിച്ചുവല്ലോ, എനിക്ക് ദുഃഖങ്ങളാണല്ലോ കിട്ടുന്നത് എന്ന് ചിന്തിക്കുന്നതായിട്ടുള്ള ജനങ്ങളാണ് ഇന്ന് അധികപക്ഷവും ഉള്ളത് നമ്മളുടെ നടുവിൽ. എന്തുകൊണ്ടാണ് നമുക്ക് ശാന്തി, സമാധാനം, സുഖം, സന്തോഷം കിട്ടാത്തത് എന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഇവിടെ വേദവ്യാസൻ പറയുന്നതായിട്ടുള്ള 3 ശുദ്ധികളും ദ്രവ്യശുദ്ധിം ക്രിയാശുദ്ധിം മനഃശുദ്ധിം അപേക്ഷജ, ദ്രവ്യശുദ്ധി, ക്രിയാശുദ്ധി, മനഃശുദ്ധിയെ അപേക്ഷിച്ചുകൊണ്ടാണ് ഇതെല്ലാം നമുക്ക് കിട്ടുന്നത് എന്ന് പറയുന്നുണ്ട്. ഇതിനു പുറമേ ചില ഭാഗവത പുരാണം മുതലായിട്ടുള്ള ശാസ്ത്രങ്ങളിൽ വേറെയും 2 ശുദ്ധികളെ കുറിച്ച് പറയുന്നുണ്ട്. അതാണ് ദേശശുദ്ധി, കാലശുദ്ധി എന്നുള്ളത്. അങ്ങനെ പഞ്ചശുദ്ധിയായിട്ടും പറയുന്നുണ്ട്. ഇവിടെ 3 ശുദ്ധികളെയാണ് വ്യാസൻ പറഞ്ഞു വരുന്നത്. ദേശകാലങ്ങളും അതിനനുസരിച്ചായിട്ടുള്ള ഫലങ്ങളെ നമുക്ക് തരുന്നുണ്ട് എന്നും പറയുന്നുണ്ട് ശാസ്ത്രങ്ങളെ. എന്തായാലും ഇവിടെ ഈ ദ്രവ്യശക്തി, ക്രിയാശുദ്ധി, മനഃശുദ്ധിയെക്കുറിച്ച് അല്പമൊന്ന് സ്പർശിച്ചു പോയി എന്ന് മാത്രമേ ഉള്ളൂ. ഇനിയും നമുക്ക് ധാരാളം ഇത്തരം സന്ദർഭങ്ങൾ ദേവി ഭാഗവതത്തിൽ തുടർന്നുള്ള ഭാഗങ്ങളിൽ വരുന്നുണ്ട്. ഓരോ സന്ദർഭങ്ങളിലും അതിനനുസരിച്ച് കുറേശ്ശെയായി അവലോകനം ചെയ്തു കൊണ്ടുപോകാം. തൽക്കാലം ഇതിനെ ഇവിടെ നിർത്തിക്കൊണ്ട് ബാക്കി ഭാഗങ്ങളെ നമുക്ക് നാളെ തുടരാം. എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട്
സർവത്ര ദേവീ നാമസങ്കീർത്തനം. മഹാദേവ്യൈ നമഃ. ശ്രീ ആദിപരാശക്തി മാതാ കീ ജയ്.